സ്റ്റെഫൻ എന്നാണ്. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിങ്ങിലുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ പരിത്രാണം ഒരുങ്ങുകയാണ് റിലീസിനായിട്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നന്മകളും കുറേ സൗഹൃദങ്ങളും ഉണ്ടായ ഒരു നല്ലൊരു സംരംഭം തന്നെയായിരുന്നു പരിത്രാണം. പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും സമയത്ത് ഓർക്കുകയാണ്, അഭിനയിച്ചവരെയും അതിൻ്റെ പിന്നിൽ ഓടി നടന്ന എല്ലാവരെയും പ്രത്യേകം നന്ദിയോടുകൂടി തന്നെ ഓർക്കുന്നു. അഖിലെൻ്റെ ഒരു ക്ലയൻറ്റാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പ്രൊജക്റ്റിന് വേണ്ടി പരിചയപ്പെടും. പിന്നീട് അത് ഒരു നല്ലൊരു സൗഹൃദത്തിലേക്കും നല്ല നല്ല സംഭാഷണങ്ങളിലേക്കും പിന്നീട് അതൊരു ഷോർട്ട് ഫിലിമായിട്ട് ഉള്ള ചർച്ചയ്ക്കൊക്കെ വഴിതിരിച്ചുവിടുകയായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ടോണിയും ഞാനും ഒക്കെ IMOയിൽ, ടോണി സൗദിയിലും ഞാനിവിടെ ദുബായിലും IMOയിൽ രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കൊക്കെ ചർച്ച ചെയ്ത് നല്ല നല്ല ഓർമ്മകളാണത്. ഉറങ്ങുമ്പോൾ 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ കഥ കോംപ്രമൈസ് ചെയ്യരുതെന്നുള്ളൊരു എപ്പോഴും മനസ്സിലുള്ളൊരു കാര്യം അത് വെച്ച് തന്നെ ചെയ്തു. എന്തായാലും വലിയ സന്തോഷമുണ്ട്. പരിമിതമായ സമയത്ത് പരിമിതമായ ഉപകരണത്താൽ ഷൂട്ട് ചെയ്ത ഞങ്ങളുടെ പടം, ഞങ്ങളുടെ ആദ്യ സംരംഭം, വലിയ കുറവുകളൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങളത് സമർപ്പിക്കുകയാണ് എല്ലാവർക്കും. ഹലോ, എൻ്റെ പേര് ടോണി. ഞാനും എൻ്റെ സുഹൃത്ത് സ്റ്റെഫിനും ചേർന്നാണ് പരിത്രാണം ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അവൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ സൗദിയിലും. അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചകളെല്ലാം ഫോണിലൂടെയായിരുന്നു. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഞാൻ പരിത്രാണം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുഡ് എക്സ്പീരിയൻസ്. എന്നിട്ട് ഇതുമാതിരി ഒരു ഡെപ്ത് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുന്ന കുറവാണ്. ഇതിന്റെ കഥ കേട്ടപ്പോൾ തന്നെ എന്നെ അഖിൽ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വർക്ക് ചെയ്യാമെന്ന്. എന്നിട്ട് ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു കഥ കിട്ടാൻ പാടാണ്. എങ്കിലും എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ഇങ്ങനത്തെ ഷോർട്ട് ഫിലിം വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇതിന്റെ കഥ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കുറച്ച് ഐഡിയാസ് വന്നു. ഞങ്ങൾ ഇതിനു വേണ്ടി വയനാട്ടിൽ ആദ്യം ലൊക്കേഷൻ പോയി കണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടെങ്കിലും നമുക്ക് ഇതിന്റെ കഥയ്ക്ക് മാച്ച് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ അപ്പോൾ തന്നെ അഖിൽ പറഞ്ഞ് ഇതിന്റെ ഒരു ലൊക്കേഷൻ എടുത്തിട്ട് നമുക്ക് അതിനെ സെറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ പടത്തിന് ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ സെറ്റ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഷോർട്ട് ഫിലിം വർക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഈ ഷോർട്ട് ഫിലിം യൂട്യൂബിനകത്ത് കാണുക, അഖിലിനെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഷോർട്ട് ഫിലിം അഖിലിന്റെ സൈഡിൽ നിന്ന് വരട്ടെ. എന്നെ പോലുള്ളവർക്ക് കൂടുതൽ അവസരം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുധി സുരേന്ദ്രൻ, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഈ പരിത്രണം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഞാൻ വർക്ക് ചെയ്തതാണ്. ഞാനാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ചെയ്തത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വർക്ക്. കാരണം എൻ്റെ അടുത്ത് ഈ അഖിൽ എന്ന് പറഞ്ഞ ഡയറക്ടർ, ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി ചെയ്യാനായിട്ട്. കാരണം ഞങ്ങൾക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഉദ്ദേശിക്കുന്ന വർക്ക്, അതായത് എന്തെങ്കിലും അപ്പിയറൻസ് ചേഞ്ചസ്, ക്യാരക്ടർ ചേഞ്ചസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനും ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. അതായത് കാരണം സിനിമയുടെ ഒരു പാറ്റേണും അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് ആയിരുന്നാലും എല്ലാം സിനിമയുടെ ഒരു പാറ്റേൺ ആയിരുന്നു. വളരെ എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്തത്. എന്തായാലും അതിൽ വർക്കിൽ സഹകരിക്കാൻ പറ്റിയതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പ്രേക്ഷകർ കണ്ട് പ്രോത്സാഹിപ്പിക്കുക. അഖിൽ എന്ന് പറഞ്ഞ ഡയറക്ടറെ സപ്പോർട്ട് ചെയ്യുക.
പരിത്രണം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, നല്ല പേരിൽ തന്നെ ഒരു പ്രത്യേകത തന്നെ ഉണ്ടത്. നിങ്ങൾ കാണുമ്പോഴേ അതിനുള്ള വ്യത്യാസം എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹായ്, ഞാൻ സജീഷ് പണിക്കർ. അഖിൽ സംവിധാനം ചെയ്ത പരിത്രാണം എന്ന ഷോർട്ട് ഫിലിമിലെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ അസോസിയേറ്റഡ് ചെയ്ത രണ്ടാമത്തെ വർക്കാണ് പരിത്രാണം. ഒരുപാട് സന്തോഷമുണ്ട് അഖിൽ ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. 2 ദിവസത്തോളം ഞങ്ങൾ വയനാടായിരുന്നു ഷൂട്ടിങ്. ശരിക്കും 2 ദിവസം ഞങ്ങൾ അടിപൊളിയായിട്ട് എന്താ പറയുക, എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഷൂട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണത്. ഒരു ബോറും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. എല്ലാവരും ഇവർ നാട്ടുകാരാണെങ്കിൽ പോലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നാട്ടുകാരെല്ലാം വയനാട്ടിലെ ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഇതിൽ അഭിനയിച്ചുള്ള മാത്രമല്ല, ഇതിൽ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. 2 ദിവസം ഒരു ഫാമിലിയെ പോലെ ഞങ്ങൾ എന്താ പറയുക, ഒരു ബോറുമില്ലാതെ ഒരു മുഷിപ്പുമില്ലാതെ ഞങ്ങൾ അസലായി ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ത്രില്ലറാണത്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ത്രില്ലറാണത്. അഖിലെനിക്കിത് മെയിൽ അയച്ചെന്ന് പറഞ്ഞു, ഈ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ വായിച്ചിട്ട് അഖിലിൻ്റെ അടുത്ത് പറഞ്ഞു സൂപ്പർ സ്റ്റോറിയാണെന്ന് പറഞ്ഞു, സൂപ്പർ സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞു. അത് നമ്മൾ എടുക്കുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിജയത്തിരുന്ന് ഞാൻ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അഖിൽ നല്ലൊരു ഡയറക്ടർ തന്നെയാണെന്നുള്ളത് എനിക്ക് അവൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിൻ്റെ എല്ലാവരും ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്, അസലായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഏകദേശം 2.5 ദിവസത്തെ ഞങ്ങളുടെ കഠിനാധ്വാനമാണിത്. നിങ്ങളെല്ലാവരും അത് കാണണം. എനിക്ക് തോന്നുന്നു യൂട്യൂബിലോട്ട് ഇത് റിലീസ് സ്റ്റേജിലാണത്. വൈകാതെ തന്നെ നിങ്ങളെല്ലാവരും മുന്നിലേക്ക് ഈ ഷോർട്ട് ഫിലിം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഞങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു വലിയൊരു സംഭവമാക്കണമെന്ന്, അല്ലെങ്കിൽ വലിയൊരു ഷോർട്ട് ഫിലിം ആക്കാൻ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. റിലീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പറയുക എങ്ങനെയുണ്ട് വർക്ക് എന്ന് പറയണം. കൂടാതെ ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ്, ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് നൽകുക. അഖിലിനോട് വലിയൊരു താങ്ക്സ് ഉണ്ട്, എന്നെ അസോസിയേറ്റ് ആയിട്ട് വിളിച്ചതിലും ഫുൾ ഫ്രീഡം തന്നതിലും ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട്. അഖിലിൻ്റെ കൂടെ എനിക്ക് ഇനിയും വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അഖിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരും, അത് അഖിലിനും അറിയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഒരു നടനാകുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എനിക്ക് പറക്കുവാൻ കഴിയുമെന്ന് ധൈര്യം നൽകിയത് ഈ ചിത്രത്തിലൂടെയാണ്. അതിനവസരം നൽകിയ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായ സ്റ്റെഫിനും ടോണിക്കും, ഇതിൻ്റെ ഡയറക്ടറായ അഖിലിനും, ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ച ജോയ് ചേട്ടനും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഒരു ചെറിയ വേദനയുടെ ഒരു ചരിത്രം ഈ സിനിമയ്ക്കും പറയുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങൾ കുറച്ച് കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും ഒരു ചരിത്രം ഈ സിനിമയ്ക്കുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച വയനാട് എന്നൊരു കൊച്ചു ഗ്രാമത്തെയും ഓർക്കുകയാണ്. ആ ഗ്രാമത്തിലെ കുറേ നല്ല ആളുകൾ, അവർ നൽകിയ സ്നേഹം, അവർ നൽകിയ സൗഹൃദം, അവർ നൽകിയ ആ പ്രോത്സാഹനം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ നൽകിയ ആ വലിയൊരു സ്നേഹവും കരുതലും, അവർ നൽകിയ ആ ഒരു പ്രോത്സാഹനവും അതെന്നും ഈ നെഞ്ചോട് തന്നെ ചേർത്ത് വയ്ക്കും എന്ന് ഞാൻ
ഉറച്ചു പറയട്ടെ. അവർ അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി തന്ന ദൈവത്തോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയട്ടെ. നിങ്ങൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ഓരോ പ്രോത്സാഹനമാണ് എന്നെപ്പോലുള്ള ഞങ്ങളെപ്പോലുള്ള കൊച്ചു കലാകാരന്മാർക്ക് വളരുവാൻ സാധിക്കുക എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ഒരു പ്രോത്സാഹനവും സ്നേഹവും സഹകരണവും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹായ്, ഞാൻ ഷൈനി ഉണ്ണീസ്. സ്കൂൾ ഓഫ് ഡ്രാമ BTA ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് പരിത്രണം എന്ന ഫിലിമിൻ്റെ ഡയറക്ടർ അഖിൽ കൃഷ്ണദാസനെ സമീപിക്കുന്നത്. സ്റ്റെഫിൻ ജോയ്, ടോണി ജോസഫ് എന്നീ 2 സുഹൃത്തുക്കൾ കൂടിച്ചേർന്നാണ് ഈ ഫിലിമിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ്. ഇതിൻ്റെ ക്യാമറമാൻ ജോജി ഫിലിംകോശി, ആർട്ട് ഡയറക്ടർ അനു ആന്റണി, മേക്കപ്പ് സുധി സുരേന്ദ്രൻ. പിന്നെ മറ്റു കഥാപാത്രങ്ങളായി എന്നോടൊപ്പം അഭിനയിച്ചിരിക്കുന്നത് സാമേട്ടനും സരീഷുമാണ്. ബാലൻ എന്ന വ്യക്തിയുടെ 3 വ്യത്യസ്ത പ്രായങ്ങളിലായിട്ടാണ് എനിക്ക് അഭിനയിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആക്ടിംഗ് ലെവലിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ടെക്നിക്കൽ സൈഡിൽ നിന്നും ആക്ടിംഗ് സൈഡിൽ നിന്നും എനിക്ക് തന്ന സപ്പോർട്ട്, അതാണ് ഈ ഗ്രൂപ്പിൽ നിന്നും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. ഞങ്ങൾ ഓരോരുത്തരുടെയും കഴിവിൻ്റെ പരമാവധി എനർജി ഈ ഫിലിമിന് നൽകാൻ സാധിച്ചതുകൊണ്ട് പരിത്രണം എന്ന ഷോർട്ട് ഫിലിം പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരട്ടെ, അത് പ്രേക്ഷകൻ അംഗീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പരിത്രാണത്തിൽ ഞാനൊരു റിപ്പോർട്ടറുടെ വേഷമാണ് ചെയ്തിട്ടുള്ളത്. അഖിലായും തന്നെ പരിത്രാണത്തിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം അഖിലിനോട് ചോദിച്ചത് ആരാണ് ഇതിൻ്റെ റൈറ്റർ എന്നാണ്. കാരണം അത്രമാത്രം ഒരു ഡെപ്ത് ഉള്ളൊരു സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ തന്നെ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ ജോജി ചേട്ടനാണ് ക്യാമറ എന്ന് പറഞ്ഞു. പിന്നെ സുധിയേട്ടൻ, അങ്ങനെയുള്ളവരൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഷൂട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമായി. ഞങ്ങൾ വയനാട്ടിലേക്ക് പോയി ഒരു 4 ദിവസത്തോളം അവിടെ ഷൂട്ട് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ നാട്ടുകാരും ആ ഭാഗത്തുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് നിന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റിയത്. പിന്നെ അഖിൽ എങ്ങനെയാണ് ഇത് എടുത്തിട്ടുള്ളതെന്ന് അറിയാനായിട്ടൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ സിനിമ ഇറങ്ങാനായിട്ട് കാത്തിരിക്കുകയാണ്. അഖിലിനെ എല്ലാവിധ പാവം. Hi guys, I'm Sharath Nair. I'm here to share my experience about the short film Paritranam, which is directed by my brother Agil. He gave me a chance to work as assistant cameraman for this short film. So I was having a great experience and a great journey with all of them. So I kindly request all of you to go and watch this short film because it has a good story and a good theme. So please all of you go and watch this short film and please subscribe, share and please support us. Thank you. പരിത്രാണം ഞങ്ങളിത് ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളാണ്.
ഡയറക്ടർ മിസ്റ്റർ അഖിൽ, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തും മാത്രമല്ല വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത് ഞങ്ങൾ ഒട്ടനവധി സ്റ്റാഫുകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ക്യാമറമാൻ ജോജി, എല്ലാവരും അഖിൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ എഫോർട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുത്തത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രയത്നം തന്നെയും അദ്ദേഹത്തിൻ്റെ സ്വപ്നം കൂടിയായിരുന്നു. എല്ലാവരോടും നല്ല രീതിയിലായിരുന്നു പെരുമാറ്റവും കാര്യങ്ങളെല്ലാം. ഞങ്ങൾ തിരിച്ചും അതുപോലെ തന്നെ നല്ല അനുഭവങ്ങൾ ഉണ്ടായി ഞങ്ങൾക്കൊരു ഷോർട്ട് ഫിലിമിൽ നിന്ന്. പല സ്ഥലത്തേക്ക് യാത്രകൾ ചെയ്തേണ്ടി വന്നു. നല്ല നല്ല കാഴ്ചകൾ കണ്ടു. എല്ലാ ക്രൂ മെമ്പേഴ്സും വളരെയധികം സഹകരണത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുത്തത്. അതോടൊപ്പം തന്നെ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തെ പരിസരവാസികളും എല്ലാവരും ആ വീട്ടുകാരെല്ലാം നല്ല സഹകരണം തന്നെയായിരുന്നു. ഷോർട്ട് ഫിലിമായിട്ട് പറയുകയാണെങ്കിൽ കഥ ഞാൻ പറയാൻ ആളല്ല, കാര്യമില്ല. എല്ലാവരും കാണണം. റിലീസ് അടുത്ത് തന്നെ ഉണ്ടാവും. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അഖിലിന് നല്ലൊരു ഭാവിയുണ്ട് അദ്ദേഹത്തിന്. നിങ്ങളെല്ലാവരും സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. നന്ദി, നമസ്കാരം. എൻ്റെ പേര് സിജോ. പരിത്രാണം എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ച് 2 വാക്ക് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേരുടെ ആഗ്രഹവും കഷ്ടപ്പാടുമാണ് ഈ ഫിലിം. സോ നിങ്ങൾ എല്ലാവരും ഈ ഷോർട്ട് ഫിലിം കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഓൾ.